സോ ഇവിടെ ഒരുപാട് കുട്ടി പട്ടാളങ്ങൾ ഇവിടെ ഈ രണ്ട് വിശിഷ്ടാതിഥികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവർക്ക് മുന്നിൽ ഒരു നല്ല ഫോട്ടോഗ്രാഫിയാണ് ഇപ്പൊ നടത്താൻ പോകുന്നത്. ഇപ്പത്തെ തിരിച്ചെടുക്കുന്ന ആൾക്കാരോ തുത്തർക്കോനെ അവനവന്റെ വാപ്പുമാര് ശ്രദ്ധിക്കേണ്ട ഏതാ നാട് കളിച്ചത് കുടുത്തും വിട്ടോ ഈ കൈ ചോദിച്ചാലൊക്കെ പശ്ചാത്തലം കാത്തു നിൽക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ആരാണത്? സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ ആരുടെയോ. കൊമ്പങ്കാട് പോയ കുഞ്ഞാപ്പോ കളറായില്ലേ സംഭവം? എന്താണ് സുഖല്ലേ? അതാണ് എത്ര പേര് ഞങ്ങൾ വരാൻ കാത്തുന്നവരുണ്ടെന്ന് കൈവയ്ക്കാം. എല്ലാരും അതിന് വന്നവരനല്ലേ? അതെ. അപ്പോ ബോക്സ് അതിന് കഴിഞ്ഞാൽ എല്ലാ സൗണ്ട് പോകും. അപ്പോ ആ ചെയ്യുന്ന എവിടെ ആദ്യത്തെ ഒരു വർത്താനം സദാ പറയാൻ ഉണ്ടാക്കും. അപ്പോ എന്തായാലും നമ്മളെ ഈ പരിപാടിക്ക് വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ ഈ മുത്തുമണികളെല്ലാവരും കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. നിങ്ങളെ കാണുമ്പോൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾ നിങ്ങൾക്ക് എന്തായാലും വൈകുന്നേരം 5 മണി ആയാൽ കാണാം. പല കോലത്തിലായിട്ട് തവളായിട്ടും നീർക്കോലിയായിട്ടും കുഞ്ഞാപ്പുമായിട്ടും കോയായിട്ടും അംസായിട്ടും സുണകനായിട്ടും അപ്പുണ്ണിയായിട്ടും പല കോലത്തിലും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോ പ്രോഗ്രാം വേണം. അപ്പൊ ഈ ബ്ലൂമിംഗ് യൂഫോറിയ എന്ന് പറഞ്ഞ ഈ പരിപാടിയിൽ നമ്മളെ ക്ഷണിച്ചില് ഇതിന്റെ സംഘാടകര് ഈ സ്കൂളിന്റെ PTA അതുപോലെ സംഘാടകര് എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഒരു നല്ലൊരു കൈയുടെ എന്നാണ് നമുക്ക് എനർജി ഉണ്ടോ നോക്കിയതാണ്. മറ്റേത് ഉറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് പരിപാടികളൊന്നും നടത്താൻ പറ്റില്ല. സെറ്റല്ലേ? വിളിച്ചടക്കട്ടെ അതുപോലെ എനർജി കുഞ്ഞപ്പോ മറ്റേ പാട്ടൊന്നും പാടിക്കൊടുത്ത പോലെ നിന്നോളൂ. ആ ഒരു പാട്ടിന്റെ ഒപ്പം നിങ്ങൾ പാടുമോ? ഉറപ്പാണോ? തുടങ്ങേ കൊമ്പങ്ങാട് കോയ അവിടെ സൈന കൊമ്പത്തിരുന്ന് പാടണ് പാടണ്. മതി പാടി മറ്റേ നേരം വെളുക്കും ഓന് എത്തൂലേ പിന്നെ അടിയിട്ടും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷല്ലേ? ഞങ്ങൾക്കും സന്തോഷാണ്. അപ്പൊ എന്താ വേണ്ടേ? അടി അവനവന്റെ കുമാരത്ത് വാങ്ങാം. വേറെന്താ വേണ്ടേ? തല്ലോ അത് രണ്ടൊന്നല്ലേ? അല്ലാതെ എന്താ വേണ്ടേ? മോന്റെ കളിക്കാൻ പാടുണ്ടോ? എനിക്ക് വേണോ വെച്ചോക്ക് അടി വേണോ? അടി വേണമെന്നുണ്ടെങ്കിലേ അടിക്ക് ചോദിച്ചോക്കാം. എന്നെ അടിക്കുന്ന അത്ര വലിയ ഇഷ്ടമാണോ? എന്നെ അടിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? അടിക്ക ആരാധകരല്ല ഇപ്പോഴാണ് കേട്ടോ. ടച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് ഈ ലോകത്ത് ഞങ്ങളെ ഉണ്ടാവുള്ളൂ. അടി കൊള്ളണം അടി കാണണം കൈ വിളിച്ചാണ് വന്യമല്ലാത്ത ഒരു മുഴുവൻ മോദിച്ചു. ഈ വയസ്സായ ആൾക്കാരെ എന്റെ ആൾക്കാരെ തോന്നുന്നുണ്ട്. ഓല് ഇടക്കിടക്ക് പറയലുണ്ട്. നിങ്ങൾ മാത്രമേ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. എന്തിനാ മനെ അതിനെങ്ങനെ തല്ലണോ അതിന്റെ ചേരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതിനെ തല്ലണ്ടെന്നുള്ള പറയല്. ഇതിപ്പോ ഇങ്ങോട്ട് കയറുമോ? അവിടെ നിന്നോളി അല്ലെങ്കിൽ പാട്ടൊക്കെ പാടുപാടൊക്കെ കൊടുക്കുന്നു. അപ്പോ എന്റെ ആരാധകരെ തല്ലണം എന്നുള്ളതാ പറയുന്നത്. ഞാൻ ആദ്യം മാത്രമായിട്ട് പോകും. ആയിക്കോട്ടെ, ഓക്കെ, കൊടുത്താലോ? കൊടുക്കട്ടെ. ഏതായാലും നാല് നമ്മളെ ഒരു വീഡിയോന്റെ ഡയലോഗ് കൂടെ കൊടുക്കാം. അല്ലേ നല്ലത്? തുടങ്ങിയാലോ?
അപ്പേ പോരെ അത് കൊണ്ടാക്കണം. വേദിയിൽ നിൽക്കുന്ന വേദക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്തിൽ നിൽക്കുന്ന മധ്യക്ഷൻ. അടി കിട്ടിയാ പിന്നെ കിളി പോകും. അത് മതി, ഒന്നുമില്ല. നമ്മളൊരു സ്കൂളിന്റെ പരിപാടിക്ക് വന്നു. ഓർമ്മ മതിയില്ലേ? അന്ന് ഇനി തുടങ്ങിക്കോ. എന്താ വേണ്ടേ? ഇനി അടിയെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പാട്ട് വേണോ? വേണം. ഒരു കാര്യമുണ്ട്, ശിക്കോ മിമിക്രി ആയാലോ? അത് കുഴപ്പമില്ലല്ലോ. അതായിക്കോ. എന്നാല് ഇപ്പൊ കുറച്ച് ആൾക്കാർ തിരിച്ചെടുക്കുക. ഇപ്പൊ ചീനാരെ തിരിച്ചെടുക്കും. ആ ഓന്ന് പറഞ്ഞ ഒന്ന് കഴിക്കാം. ഇപ്പൊ തിരിച്ചെടുക്കുന്ന ആൾക്കാർ അത്ര തോനെ അവരവന്റെ വാപ്പുമാര് ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതാ നാട് കളിച്ചാൽ കുടുത്തം വിട്ടോ? ഈ കൈ ചോദിച്ചാലൊക്കെ പശ്ചാത്തലം മലപ്പുറം ഏരിയ വൈകുന്നേരം കൊടുത്തു. അപ്പോഴേ അതൊക്കെ പോട്ടെ. അത് തിരിച്ചു കിട്ടിയില്ലേ? മിഞ്ഞാത്ത തവളക്ക് ചവിട്ട് കിട്ടിയില്ലേ? നീക്കോല് വരുന്നത് മതി. നീ പറഞ്ഞോ. മിമിക്രല്ലേ തുടങ്ങല്ലേ? ആരായി? മിമിക്രി കഴിഞ്ഞപ്പോ ചെയ്യാം. അതല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു. നമ്മളെ സത്യം അവ എപ്പോ അടുത്ത് ലഭ്യത വരും വീഡിയോയില്. ഓക്കെ, അപ്പൊ നീ നല്ലൊരു പാട്ടായാലും പോരെ? അതുകൊണ്ടല്ല, ഒരുപാട് കുട്ടികൾ ഇവിടെ കോസ്റ്റ്യൂം കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ പരിപാടികൾ കഴിഞ്ഞു പോകാൻ ഒരുപാട് ടൈം ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു പാട്ടൊക്കെ പാടിയിട്ട് അടിച്ചു പൊളിച്ചു പിടിക്കാം. ഇനി ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിൽക്കുന്ന ഈ ഒരു 5 കുട്ടികൾ മാത്രമാണ് സംസാരിക്കട്ടെ. ഓരൊക്കെ എന്തേലും ആണോ ഓർക്കറിയോ? നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പറഞ്ഞില്ലേ? ആരായി? ഡാൻസ് വേണോ പാട്ട് വേണോ? ഏതാ വേണ്ടേ? ഡാൻസ് പാട്ടോ രണ്ടും കൂടി ഒപ്പായാലോ? ഒപ്പം പാടുവോ? തല്ലല്ലോ. ഇതുവരെ തല്ലിച്ചു കണ്ടോ? ഇതുവരെ തല്ലണം എന്നാ പറഞ്ഞു. ഇപ്പൊ തല്ലല്ലോ. ഈ പാട്ട് എത്ര പേർക്കറിയാം? ഏതാ? ഇവിടെ പാടോ? പെണ്ണായി മാറിയത് അന്തപുരത്തിൽ നഗരാണി, അന്തപുരത്തിൽ നഗരാണി. അഴകിയ ലൈല അവൾ ഇവളത് തൈല, സന്തന വൈല ഇവൾ വന്നത് മുയല. അടടാ പൂവിൻ മാനാടാ, അഴകത്തി വന്നാ തായ്നാടാ. ഇവിടെ ഒരുപാട് കുട്ടി പട്ടാളങ്ങൾ ഇവിടെ ഈ 2 വിശിഷ്ടാതിഥികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവർക്ക് മുന്നിൽ ഒരു നല്ല ഫോട്ടോഗ്രാഫിയാണ് ഇപ്പൊ നടത്താൻ പോകുന്നത്.